RSS BJP പ്രവർത്തകർക്ക് ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ് സി സദാനന്ദൻ മാസ്റ്റർ. രാജ്യസഭാ MP എന്ന പുതിയ ചുമതലയിലേക്ക് എത്തുമ്പോൾ കേരളത്തിലേക്ക് പാർട്ടി BJP നൽകുന്ന സന്ദേശം എന്താണ്? Q18-ൽ ഇത്തവണ നമുക്കൊപ്പം സി സദാനന്ദൻ മാസ്റ്റർ. നമസ്കാരം. നമസ്തേ. നമസ്തേ. കൃത്യമായ ഒരു സന്ദേശം കൂടിയാണ് താങ്കൾ രാജ്യസഭാ MP ആയി വരുമ്പോൾ BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്നത്. എന്താണ് കേരളത്തിലെ അണികൾക്ക് അതിലൂടെ നൽകുന്ന സന്ദേശം എന്നാണ് താങ്കൾ കരുതുന്നത്? ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. അത് ഭാരതത്തെ സർവാംഗീണമായ പുരോഗതിയിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വികസിത ഭാരതം എന്നത് ഒരു മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. വികസിത ഭാരതം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും വികസിതമാകണം, സംസ്ഥാനങ്ങളിൽ ജില്ലകളും ഗ്രാമങ്ങളും വികസിതമാകണം. ആ നിലയ്ക്ക് നമ്മുടെ നാടിനെ വികസനത്തിൻ്റെ വലിയ തലങ്ങളിലേക്ക് ഉയർത്താൻ കഴിയുന്ന പ്രായോഗിക സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ദേശീയ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളോടും പ്രത്യേകമായ അവരവരുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് അവരവരുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി വികസനത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ മോദിജി കേരളത്തിൽ നിന്നുള്ള ഒരാളെ രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കുക, രാഷ്ട്രപതി അത് അംഗീകരിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുക എന്നതു തന്നെ ഈ രീതിയിൽ നമ്മുടെ നാടിനെ ഉയർച്ചയിലേക്ക് നയിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കണം എന്നുള്ളത് തന്നെയാണ് സന്ദേശം. ആ സന്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കേരളത്തിലെ പൊതുസമൂഹത്തെ ഉയർച്ചയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തിലെത്താൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അതാണ് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ മോദിജി ഈ ഒരു ആശയത്തിലൂടെ എന്നോട് അദ്ദേഹം പറഞ്ഞത് ഒരു ദൗത്യമേൽപ്പിക്കുന്നു എന്നതാണ്. ആ ദൗത്യം ഈ പറയുന്ന തരത്തിൽ സമൂഹത്തിൻ്റെ പൊതുവിലുള്ള ഉയർച്ചയെ സാധ്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പൊതുസമൂഹത്തിനുള്ള സന്ദേശം. രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾക്ക് പഞ്ചമില്ലാത്ത നാടാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിനു ശേഷം പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ഞാനത് കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ വിവാദങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറുണ്ട്. വിവാദങ്ങൾക്ക് പകരം സംവാദങ്ങളാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ BJP അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രവർത്തകന്മാരായിട്ടുള്ളവർ. അത്തരം വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് അതിന് മറുപടി പറഞ്ഞ് അല്ലെങ്കിൽ അത് ഒരു വലിയൊരു വിഷയമായി എടുത്ത് നമ്മുടെ ചർച്ച വഴിമാറ്റി കൊണ്ടുപോകാനുള്ളൊരു തോന്നലേ ഞങ്ങൾക്കില്ല. അങ്ങനെ വേണമെന്നില്ല. നമുക്ക് നല്ലത് മാത്രം പ്രതീക്ഷിക്കാം, നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാദങ്ങൾ ഒഴിവാക്കി സംവാദങ്ങളിലേക്ക് കടക്കാം. സംവാദങ്ങളിലൂടെ പുതിയ പുതിയ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരട്ടെ, പുതിയ പുതിയ പദ്ധതികൾ ഉരുത്തിരിഞ്ഞു വരട്ടെ. അതനുസരിച്ചുള്ള ഒരു മണ്ണൊരുക്കലാണ് നമുക്ക് ആവശ്യം. നാമനിർദ്ദേശത്തിന് ശേഷം രാഷ്ട്രീയമായി ഒരു വിഭാഗത്തിൽ നിന്ന് വലിയ തോതിൽ സൈബർ ആക്രമണവും താങ്കൾക്ക് നേരെ ഉണ്ടായി. അതെ, താങ്കൾ ഉദ്ദേശിച്ചത് എനിക്ക് ഒരു പക്ഷേ എൻ്റെ ഈ എൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാകും എന്ന് ഞാൻ കരുതുകയാണ്. അതിനെ സംബന്ധിച്ച് സൈബർ ആക്രമണങ്ങൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പൊതുവെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പലർക്കെതിരെയും പലതിനെതിരെയും ഒക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പോയിട്ടുമില്ല, പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് സ്വാഭാവികമായ രീതിയിൽ കെട്ടടങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൽ കണ്ണൂരിൽ പ്രത്യേകിച്ച് ദശാബ്ദങ്ങളോളം നിലനിന്ന രാഷ്ട്രീയ അക്രമങ്ങൾ, ആ രാഷ്ട്രീയ അക്രമങ്ങളിൽ ദുരിതമനുഭവിക്കേണ്ടി വന്ന അനേകം ആളുകളിൽ ഒരാളാണ് ഞാൻ. എല്ലാ തരത്തിലും എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നവരായിട്ടുണ്ട്. അതൊരിക്കലും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. രാഷ്ട്രീയം എന്നുള്ളത് മേഡത്തിന് അറിയാമോ എന്നെനിക്കറിയില്ല. എനിക്ക് നേരെ നടന്ന അക്രമത്തിൻ്റെ പ്രതികളെ ശിക്ഷിച്ചുകൊണ്ട് കോടതി വിധി പ്രഖ്യാപിച്ചു. അത് ഹൈക്കോടതിയിൽ ഈ അടുത്താണ് അതിൻ്റെ ഫൈനൽ വിധി വന്നത്. അവസാന വിധി പ്രഖ്യാപിച്ചത് ഹൈക്കോടതിയിലാണ്. വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു ആക്രമണമാണ് ഉണ്ടായത് 94 എന്ന് പലതവണ പലയിടത്തും പറഞ്ഞും എഴുതിയും ഒക്കെ വായിച്ചിട്ടുണ്ട്. അത് ഇനി അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരണ്ട എന്നുകൂടിയുണ്ടോ?
ഓർമ്മ വരും. അത് ആ ഓർമ്മ എന്നിലേക്ക് മാത്രമായി ഒതുക്കാനാണ് എനിക്ക് താല്പര്യം. ഞാൻ പറഞ്ഞല്ലോ, അത് വീണ്ടും വീണ്ടും ഒരുപക്ഷെ എന്നെ സ്നേഹിക്കുന്നവരിൽ എന്തെങ്കിലും തരത്തിൽ മറ്റു വികാരങ്ങൾ ഉണ്ടാക്കാൻ ഇടവരരുത്. എന്നെ അംഗീകരിക്കാത്തവരിൽ അല്ലെങ്കിൽ എന്നോട് വിയോജിക്കുന്നവരിൽ കൂടുതലായി അതിൻ്റെ ശക്തി വർദ്ധിക്കരുത്. കാരണം അത് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കരുതലോടെ മാത്രമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് അത്തരം കാര്യങ്ങൾ എൻ്റേത് മാത്രമായിട്ട് ചുരുക്കണം എന്നതാണ് എൻ്റെ താല്പര്യം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരളത്തിന് അത് ആദ്യം തുടങ്ങുന്നത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ എന്ന് പറയുമ്പോൾ അതൊരു ചോര കലർന്ന രാഷ്ട്രീയം എന്നൊരു വിലയിരുത്തലുമുണ്ട്. ആ കാലമൊക്കെ കഴിഞ്ഞു എന്നുകൂടിയുണ്ടോ? അപ്പോഴും ഇപ്പോൾ ഈ താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള ആ അനുഭവം എടുക്കുമ്പോൾ അത് ആ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നു. ആ കാലത്ത് അത് ശരിയായിരുന്നു എന്നുകൂടിയുണ്ടോ? അതെ, അതങ്ങനെ തന്നെയാണ്. അതൊരു ചരിത്രമായി അവിടെ അവശേഷിക്കും. അതവിടെ നിൽക്കട്ടെ. ആ രീതിയിൽ തന്നെ ഒരു സ്മൃതി ചിത്രമായി അതങ്ങനെ അവിടെ നിൽക്കും. പക്ഷേ നമ്മളൊരു കാര്യം, ഈ പറയുന്ന രീതിയിൽ ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടുന്നതിന് പകരം ആയുധം കൊണ്ട് നേരിടുക എന്ന നിലപാട് സ്വീകരിച്ച ആളുകൾക്ക് മറിച്ചൊരു ചിന്തയുണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് സഹനം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള സഹനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന സമാധാനം. നമുക്ക് അറിയാമല്ലോ, ഞാൻ ഓരോ സംഭവങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതാവശ്യവുമില്ല. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. ഒരുപാട് പേര് അച്ഛൻ നഷ്ടപ്പെട്ട മക്കളുണ്ട്, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, സഹപ്രവർത്തകർ നഷ്ടപ്പെട്ടവരുണ്ട്, അനേകം പേരുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞതുപോലെ അതൊക്കെ അവരുടെ സ്വകാര്യ ദുഃഖമായി തന്നെ കൊണ്ട് നടക്കുകയും മൊത്തം സമൂഹത്തിന് ഗുണകരമാകുന്ന പ്രവർത്തനത്തിൽ അവർ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നവരോ ആയിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളും അവരുടെ അടുപ്പക്കാരൊക്കെ ഇപ്പോഴും സാമൂഹ്യ സേവന രംഗത്ത് സക്രിയമാണ്, സജീവമാണ്. ബാക്കി എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, കാരണം അവർ നെഞ്ചിൽ സ്വീകരിച്ചതൊരു വലിയൊരു ലക്ഷ്യമാണ്. നമ്മുടെ നാടിൻ്റെ, ഞങ്ങളൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഈ ദേശീയമായ രാഷ്ട്രീയമായ സാമൂഹ്യമായ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുമ്പോൾ ഞങ്ങളൊക്കെ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ക്ഷേമം കൈവരിക്കാൻ കഴിയണം എന്നതാണ്. പരം വൈഭവം നേതുമേതത് സ്വരാഷ്ട്രം എന്ന സംസ്കൃത പ്രയോഗമാണ്. നമ്മുടെ നാടിൻ്റെ പരമമായ വൈഭവം നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആലംബഹീനരായ ആളുകൾ, നിസ്സഹായരായ ആളുകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ആളുകൾ, അനാഥരായ ആളുകൾ, അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന തികച്ചും ഭാവാത്മകമായ ശൈലിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ശൈലി പ്രവർത്തിക്കുമ്പോൾ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ വന്നുപെടുന്നു. അത് ഓരോ സമയത്തും സാധ്യമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് അതിനെ ഞങ്ങൾ മറികടക്കുന്നു. വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. താങ്കളും പറഞ്ഞു ഇപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു കാലം, ഒരു ആക്രമണ കാലം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ആക്രമണ കാലം അത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളത്തിൽ CPM-ഉം കേന്ദ്രത്തിൽ BJP-യും ഭരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുകയില്ല. അതായത് ഇത് നിർത്താനും അറിയാം എന്ന് കൂടിയാണോ? അതല്ലാതെ പോരാട്ട വീര്യം ഇല്ലാതായി പോയതുകൊണ്ടല്ലോ. പാർട്ടികൾക്ക് അവർക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇത് നിർത്താനും അറിയാം എന്നുകൂടിയല്ലേ അതിൻ്റെ അർത്ഥം? അല്ല, നിർത്താനും അറിയാമെന്നല്ല. അപ്പം നമ്മളിപ്പോൾ തുടങ്ങാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങളായിട്ട് ചെയ്തിട്ടില്ല. വേറെ ചില ആളുകൾ തുടങ്ങി, അതിങ്ങനെ തുടർന്നു. അവരിൽ തന്നെ തിരിച്ചറിവുണ്ടായി. അതിന് സാമൂഹ്യ സമ്മർദ്ദം ഒരു കാരണമായിട്ടുണ്ട്, ഞങ്ങളുടെ സഹനം ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആധുനിക സമൂഹത്തിന് വർത്തമാന കാലത്ത് ഇതൊന്നും ചേർന്നതല്ലെന്ന് ആരാണോ തുടങ്ങിയവർക്ക് ബോധ്യമായി, അവരത് അവസാനിപ്പിച്ചു എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുക. അതുകൊണ്ട് കേന്ദ്രത്തിൽ BJP-യും കേരളത്തിൽ CPM-ഉം ഭരിക്കുന്നത് കൊണ്ട് അവസാനിച്ചു അല്ലെ നിർത്തി എന്നൊന്നുമില്ല. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അത് രണ്ടും രണ്ടാണ്, രണ്ട് തലങ്ങളിലാണ്. അതും ഇതും തമ്മിൽ ബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങാൻ ആരാണോ തീരുമാനമെടുത്തത് അവർ നിർത്താൻ തീരുമാനിച്ചപ്പോൾ കാര്യങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ പാർട്ടി BJP കടന്നു പോകുന്ന പ്രധാനപ്പെട്ട തലങ്ങൾ, വെല്ലുവിളികൾ അല്ലെങ്കിൽ മാറ്റങ്ങളിലൂടെയാണെങ്കിൽ അങ്ങനെ അത് ഏതൊക്കെയാണ്? കണ്ണൂരിനെ സംബന്ധിച്ച് ഞങ്ങളെ കാണുന്നത് മൊത്തത്തിൽ കേരളത്തെ എടുക്കുകയാണെങ്കിൽ വികസന സംബന്ധമായി വേണ്ടത്ര മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ കൂടി അതിന് തടസ്സമായിട്ടുണ്ടാകാം. അപ്പോൾ എപ്പോഴും നമുക്ക് വികസനവും ഈ പൊളിറ്റിക്കൽ വയലൻസും തമ്മിൽ പരസ്പരം ചേരുന്നതല്ല, അത് പരസ്പര വിരുദ്ധമായി മാത്രമേ നിൽക്കുകയുള്ളൂ.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ മലബാർ മേഖല, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല, കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ വികസനത്തിൽ അല്പം പിന്നിലാണ്. ഒരു 10 വർഷത്തെ എങ്കിലും പിന്നാക്കം നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഇപ്പോഴുള്ള ഈ പറഞ്ഞ സ്വസ്ഥമായ സ്വച്ഛമായ അന്തരീക്ഷം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, സാംസ്കാരിക ഉയർച്ച കൈവരിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത് പൊതുവായൊരു കാര്യം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് സംഘടനാപരമായിട്ടുള്ള സജ്ജീകരണം അനിവാര്യമാണ്. ഈ കാര്യത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ആദ്യകാലങ്ങളിലൊക്കെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഗ്രാമങ്ങളുണ്ടായിരുന്നു, പ്രദേശങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രവർത്തനം സംഘടിപ്പിക്കുമ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരം പ്രയാസങ്ങളൊക്കെ മറികടന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതലായി ആ സാഹചര്യത്തെ ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ, കേരളത്തിൽ മുഴുവനായും ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് ജനങ്ങളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. ആ രൂപപ്പെട്ടു വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസിത ഭാരതം എന്ന തലത്തിലേക്ക്, വികസിത കേരളം എന്ന തലത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമമായി അല്ലെങ്കിൽ ഒരു മാർഗമായി ഞങ്ങൾ കാണുകയാണ്. വ്യക്തിപരമായിട്ടുണ്ടായ ഈ അനുഭവത്തിന് ശേഷം 2016 2021 ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും താങ്കൾ ഭാഗഭാക്കായി കൂത്തുപറമ്പിൽ കൂടുതൽ ജനങ്ങളെ അടുത്തറിഞ്ഞു. ഒരു രാഷ്ട്രീയ കേരളം ഒരു വലിയ മാറ്റത്തിലേക്ക് കടക്കുകയാണ് എന്ന് അന്ന് തന്നെ ആ ജനങ്ങളുടെ പൾസ് കൊണ്ട് തോന്നിയിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലൂടെ മാത്രമല്ല, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രാഥമികമായി തന്നെ ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ടാണ്. ജനസമ്പർക്കം എന്ന പ്രയോഗമാണ് പൊതുവെ ഞങ്ങളതിന് ഉപയോഗിക്കുക. ഞങ്ങളുടെ പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങൾ രൂപപ്പെട്ടു വരുന്ന സന്ദർഭത്തിൽ തന്നെ ആ പ്രദേശത്ത് ജീവിക്കുന്ന സാധാരണ ജനങ്ങളുമായി സംവദിക്കുക, അവരുടെ മനോവികാരങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക. അതിന് സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രമല്ല, ആ ഓരോ പ്രദേശത്തെയും പിന്നെ വിഭവ സമൃദ്ധമായ രീതിയിലൊക്കെ ജീവിക്കാൻ സാഹചര്യമുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ചില സേവാ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് വിദ്യാഭ്യാസ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ അതൊരുക്കി കൊടുക്കുക, ചികിത്സാ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നവർക്ക് അത് ഒരുക്കി കൊടുക്കുക, സുരക്ഷിതമായ വീടില്ലാത്ത ആളുകൾക്ക് അതിന് സാധ്യമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഗതാഗത സൗകര്യമില്ലാത്ത റോഡുകളില്ലാത്ത സ്ഥലങ്ങൾ, ഇതൊക്കെ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ആ പ്രവർത്തകർ അവരുടെ കായികാധ്വാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്തരം ധാരാളം കാര്യങ്ങൾ ചെയ്തത് നാട്ടിലെമ്പാടും എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെയുള്ള അനേകം സ്ഥാപനങ്ങൾ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അനാഥ മന്ദിരങ്ങൾ, വിദ്യാലയങ്ങൾ, ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, സാംസ്കാരിക പഠനത്തിനുള്ള കേന്ദ്രങ്ങളൊക്കെ ഞങ്ങൾ ഓരോ പ്രദേശങ്ങളിലും എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് തന്നെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പിൽ ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, മത്സരിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകുന്നു. അതിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുക. രാഷ്ട്രീയത്തിൽ ആരെയും സ്ഥിരം ശത്രുക്കളായോ മിത്രങ്ങളായോ കാണുന്നില്ല എന്നുള്ളൊരു ചൊല്ലുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ഇടതുപക്ഷത്തെ നേതാക്കളുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടോ? അങ്ങനെയുള്ള സൗഹൃദങ്ങൾ സൂക്ഷിക്കാറുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അത് അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ സംസ്കാരം എന്ന നിലയ്ക്ക് കാണാൻ എനിക്ക് കഴിയും. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ, ചോദിച്ചതുപോലെ വ്യക്തിപരമായ സൗഹൃദം അത് അനിവാര്യമാണ്. അതുണ്ടാകുമ്പോഴാണ് നാട്ടിൽ ഏറ്റവും സന്തോഷം. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവിടെയാണല്ലോ. എനിക്ക് പ്രാദേശിക തലത്തിലും എൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തിന് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് സൗഹൃദമുണ്ട്. അത് ഉയർന്ന തലങ്ങളിലുമുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റിൽ തന്നെയും രാജ്യസഭാ തലത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത സന്ദർഭത്തിലൊക്കെ കേരളത്തിലെ എല്ലാ രാജ്യസഭാ അംഗങ്ങളും, ബഹുമാന്യരായ ആളുകളെല്ലാവരും എന്നോട് സൗഹൃദം പങ്കുവച്ചിട്ടുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് അനിവാര്യമാണ്. അത് താഴെ തലങ്ങളിലും ഗ്രാമതലങ്ങളിലും അതിൻ്റെ ഒരു അനുരണനങ്ങൾ കാണേണ്ടതുണ്ട് നമുക്ക്. അതാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സംസ്കാരം അതാണ്, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച രാഷ്ട്രീയ സംസ്കാരം അതാണ്. ഞങ്ങളുടെ താത്വിക ആചാര്യനായ ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ദീൻദയാൽ ഉപാധ്യായ എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നത്, ആ കാലം മുതൽ തന്നെ നമുക്ക് രാഷ്ട്രീയ ശത്രുക്കളില്ല,
പ്രതിയോഗികൾ മാത്രമേ ഉള്ളൂ എന്നാണ്. താങ്കൾ ചോദിച്ചതുപോലെ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളുമില്ല. ശത്രു എന്ന പ്രയോഗം തന്നെ ഞങ്ങൾ ഉപയോഗിക്കാറില്ല, പ്രതിയോഗികൾ എന്ന് മാത്രമാണ് പറയുക. അപ്പോൾ ആ പ്രതിയോഗികൾ എന്ന നിലയ്ക്ക് വരുമ്പോൾ വ്യക്തിപരമായ വൈരാഗ്യത്തിനോ വിദ്വേഷത്തിനോ പ്രസക്തിയേ ഇല്ല. നല്ല സൗഹൃദത്തോടെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, എല്ലാവരും പൊതു നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അത് ആ നിലയ്ക്ക് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് സൗഹൃദത്തിന് തടസ്സമില്ല. എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമുണ്ട്. അത് ശക്തിപ്പെടുത്തണം എന്ന ആഗ്രഹവുമുണ്ട്. വികസനമാണ് പ്രധാന ലക്ഷ്യം എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ MP എന്ന നിലയിൽ ഏത് വികസന നയമാണ് ജനങ്ങളിലേക്ക് എത്തിക്കണം, പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കണം എന്ന് താങ്കൾ ആഗ്രഹിക്കുക? നമുക്കറിയാമല്ലോ, മഹാത്മജിയുടെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, അന്ത്യോദയ എന്ന് വെച്ചാൽ ഭാരതം ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത്. അത് ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ്. അപ്പോൾ കേരളത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കേരളം ഒരു ചെറു നഗരമായി വികസിക്കുകയാണ്. കേരളം മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമങ്ങൾ, നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഗ്രാമം എന്ന രീതിയിലേക്ക് കാണാൻ കഴിയുന്ന പ്രദേശങ്ങൾ ഇന്ന് ചുരുങ്ങി വരികയാണ്. നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, കേരളം മൊത്തത്തിലൊരു നഗരപ്രദേശമായി മാറുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള വികസന സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്നാൽ അടിസ്ഥാനപരമായിട്ട് എപ്പോഴും നമ്മൾ പറയുന്ന മനുഷ്യവിഭവത്തെ നിർണ്ണയിക്കുന്ന ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന് തന്നെയാണ്. വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ച് നമ്മളെല്ലാം ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണ്? അനേകം ആളുകൾ, ഏതാണ്ട് 1.5 ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് പുറത്തുപോയി പഠിക്കേണ്ടി വരികയാണ്. അവർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖല അപ്രാപ്യമെന്നോ അല്ലെങ്കിൽ വിജയപ്രദമല്ല എന്ന തോന്നലൊക്കെ അവർക്കുണ്ടാവുന്നത് കൊണ്ടാണല്ലോ വിദേശങ്ങളിലേക്കൊക്കെ പോകുന്നത്. മനുഷ്യവിഭവം ചോർന്നു പോവുകയാണ്. വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ തന്നെ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള പരിശ്രമവും നടത്തുന്നു. അപ്പോൾ നല്ല സർഗവൈഭവമുള്ള വിദ്യാർത്ഥികൾ, ക്രിയാശേഷിയുള്ള, കർമ്മശേഷിയുള്ള ചെറുപ്പക്കാരൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. അതൊന്ന്. മറ്റൊന്ന്, ഗ്രാമതലങ്ങളിൽ ഇപ്പോൾ ഗ്രാമം നഗരമായി പരിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഗ്രാമങ്ങളുണ്ട്. ഗ്രാമങ്ങളിൽ പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ ചികിത്സാ സൗകര്യങ്ങൾ വേണ്ടത്ര ഫലപ്രദമാകാത്ത സാഹചര്യമുണ്ട്. കർഷകന്മാർക്ക് വേണ്ട രീതിയിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നു, ദൈനംദിന ജീവിതം പുഷ്കലമാക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ വരുന്ന പ്രകൃതിക്ഷോഭങ്ങളുണ്ട്. ഇതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്, വികസനത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇതിനെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. എന്താണ് പരിഹാരം എന്ന് ചിന്തിക്കേണ്ടി വരും. അങ്ങനെയുള്ള ചിന്തകളും പരിഹാര മാർഗങ്ങളുമൊക്കെയാണ് പൊതുപ്രവർത്തകന്മാരെ, സാമൂഹ്യ സേവനത്തിൽ ഏർപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാരെ, പ്രത്യേകിച്ച് താങ്കൾ ഉൾപ്പെടുന്ന സമൂഹം, മാധ്യമ സമൂഹം ഉൾപ്പെടെ ആ രീതിയിലേക്ക് നമ്മുടെ ചിന്തയെ വഴിതിരിച്ചു വിടണം എന്നാണ് താല്പര്യം. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് കാഴ്ചപ്പാട്. മറുനാടുകളിലേക്ക് ചേക്കേറുന്ന യുവജനത അതൊരു വലിയ വിഷയമാണ്. അത് അഡ്രസ്സ് ചെയ്യണം എന്ന് താങ്കൾ പറയുകയും ചെയ്യുന്നു, അതിന് ഒരു പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഗ്ലോബലി ചിന്തിക്കുന്ന ഒരു യുവതലമുറയാണ്. അതിനെ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർക്ക് സ്വാധീനിക്കാൻ കഴിയുക? പ്രത്യേകിച്ച് ഒരു അരാഷ്ട്രീയവാദം തന്നെ പുതിയ തലമുറയിലുള്ളൊരു കാലത്തോളം എങ്ങനെ യുവതലമുറയുടെ ആ ഒരു ശീലത്തിലേക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും? ഉണ്ട്. നരേന്ദ്രമോദിജി നമ്മുടെ ഭാരതത്തെക്കുറിച്ച് അഭിമാനം കൊള്ളാനും അദ്ദേഹം എപ്പോഴും പറയാറുണ്ടല്ലോ, വോക്കൽ ഫോർ ലോക്കൽ. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകളും സാഹചര്യങ്ങളും അതിൻ്റെ തനിമയോടെ മഹത്വപൂർണ്ണമായ നിലക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ തിങ്ക് ഗ്ലോബലി, നമ്മൾ വിശ്വവ്യാപകമായ തരത്തിൽ ചിന്തയെ നമ്മൾ വളർത്തണം, സംശയം ഏതുമില്ല അക്കാര്യത്തിൽ. മാത്രവുമല്ല, നമുക്ക് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം അനുസരിച്ച് തന്നെ ഞങ്ങളെയൊക്കെ മുന്നോട്ട് നയിക്കുന്ന ഒരാശയമുണ്ട്, വസുധൈവ കുടുംബകം എന്ന്. പിന്നെ നമ്മുടെ ഈ ലോകത്തെ മുഴുവൻ ഒരു പക്ഷിക്കൂടായി സങ്കല്പിക്കണം എന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഒരു പക്ഷിക്കൂടാണ്. ആ പക്ഷിക്കൂട്ടിൽ
പക്ഷികൾ കുഞ്ഞു പക്ഷികളെ സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ സമൂഹത്തെ നമ്മൾ കാണണം എന്നുള്ളത്. ലോകം ഒരു കുടുംബമാണ് അതൊക്കെയാണ് വലിയ നമ്മുടെ ആശയങ്ങൾ, വിശ്വോത്തരമായ ദർശനങ്ങളാണ് അതൊക്കെയാണ് ഞങ്ങളെ വഴികാട്ടുന്നത്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ നമ്മുടെ വ്യക്തിയിൽ നിന്ന് തുടങ്ങി, കുടുംബത്തിൽ നിന്ന് തുടങ്ങി, കുടുംബം ഉൾപ്പെടുന്ന ഗ്രാമത്തിൽ നിന്ന് അങ്ങനെ വികസിച്ച് നമ്മുടെ ജില്ല, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം, വിശ്വം എന്ന തലത്തിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം. ആ മനസ്സ് ഗ്രാമത്തിലുള്ള ഒരാൾക്കും വേണം, അങ്ങ് വലിയ പാശ്ചാത്യ നാടുകളിലെ വലിയ വികസന സമൃദ്ധമായ നാട്ടിൽ ജീവിക്കുന്നവർക്കും വേണം. അങ്ങനെ സംഭവിക്കേണ്ടത് മാനസികമായ സാംസ്കാരികമായ ഉന്നതിക്ക് ആവശ്യമാണ്. എന്നാൽ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ, ധനം സമ്പാദിക്കണമെങ്കിൽ, വരുമാനമുണ്ടാക്കണമെങ്കിൽ ഇവിടുന്ന് വിട്ടുപോയേ പറ്റൂ എന്ന നിലയ്ക്കുള്ള ചിന്ത വരുമ്പോൾ ഈ പറയുന്ന ആശയങ്ങൾ തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ അത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രദേശത്തെ സ്നേഹിക്കുകയും അതിൻ്റെ സാഹചര്യങ്ങളോട് ഇണങ്ങുകയും അതിൻ്റെ പ്രത്യേകതകളോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ട് ആഗോളപരമായി ചിന്തിക്കുക എന്നുള്ളത്. ദേശീയ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. അതുകൊണ്ട് കൂടിയാണോ യുവജന ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് താങ്കളുടെ പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലടക്കം ആശംസയായി നേർന്നത്? യുവ ജനങ്ങൾക്കായിട്ടുള്ള നയങ്ങൾ കൂടുതൽ നടപ്പിലാക്കാൻ താങ്കളുടെ കൂടി സേവനം ഉപയോഗപ്പെടുത്താം, അങ്ങനെ കൂടി കണക്കാക്കുന്നുണ്ടോ ദേശീയ നേതൃത്വം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാമല്ലോ, അപ്പോൾ താങ്കൾ തന്നെ, നമ്മളെല്ലാവരും ഇന്ന് എല്ലാ മാധ്യമങ്ങളിലെയും പ്രധാന വാർത്ത തന്നെ എന്താണ്? പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയും UK അദ്ദേഹം നടത്തിയ ചർച്ചകളും അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ചില ഫലങ്ങളും. അപ്പോൾ $3520 കോടി മൂല്യമുള്ള വ്യാപാര സംബന്ധമായിട്ടുള്ള എല്ലാ മൂല്യമുള്ള ആ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇത് നടപ്പിലായി വരാൻ ഒരു വർഷം എടുക്കും എന്നുണ്ടെങ്കിൽ തന്നെയും ഇറക്കുമതി തീരുവയുമായിട്ട് ബന്ധപ്പെട്ട എടുത്ത തീരുമാനങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ $3520 കോടി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപയുടെ നിലക്ക് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഏതാണ്ട് 1,80,000 കോടി രൂപയുടെ വികസന മൂല്യം നമുക്ക് ഇന്നലെ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഒപ്പിട്ട കരാറുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുഭവപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ ദേശീയ നേതൃത്വത്തിൻ്റെ ഏറ്റവും ശാസ്ത്രശുദ്ധമായ ചിന്തയുടെ ഫലമായിട്ട് തന്നെയാണ്. എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ആശയങ്ങൾ സമാഹരിച്ചുകൊണ്ട് ആവശ്യമായ ഇടങ്ങളിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ദേശീയ സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവ് തന്നെയാണ് ഇത്തരം നീക്കങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിലുള്ള പാർട്ടിയുടെ ഉയർന്ന കാര്യകർത്താക്കളുമായിട്ടൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സംവദിക്കാനൊക്കെ അവസരം കിട്ടുമ്പോൾ ഇത്തരം ആശയങ്ങൾ അവരുമായി പങ്കുവെക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അത് സ്വീകരിക്കപ്പെടും എന്ന പ്രതീക്ഷയുണ്ട്. വികസനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്, മുഴുവൻ വികസനത്തെക്കുറിച്ചാണ്. പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും വികസനമാണ് പാർട്ടിയുടെ ഇനിയുള്ള പ്രധാന നയം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ വികസനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങളിലേക്ക് എത്തില്ല, രാഷ്ട്രീയം പറയുന്നില്ല എന്നുള്ളൊരു വിമർശനമൊക്കെ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നതായിട്ടുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വന്നതാണ്. അതേത് തരത്തിൽ കാണുന്നു? എനിക്ക് വളരെ രസകരമായി തോന്നുകയാണ് താങ്കളുടെ ഈ ചോദ്യം. കാരണം രാഷ്ട്രീയവും വികസനവും രണ്ടല്ലല്ലോ. വികസിത കേരളം എന്നതാണ് കേരളത്തിലെ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട്. അത് പാർട്ടിയുടെയാണ്. ആ പാർട്ടിയുടെ നിലപാടെന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിയുടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി കാര്യകർത്താക്കൾ മുതൽ സംസ്ഥാന അധ്യക്ഷൻ വരെ അവരിപ്പോൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത് വികസിത കേരളം എന്ന് തന്നെയാണ്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അപ്പോൾ രാഷ്ട്രീയവും വികസനവും രണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം എന്നതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആരോപണ പ്രത്യാരോപണങ്ങളും അതിനുള്ള മറുപടികളും വിവാദങ്ങളും അല്ലല്ലോ. അപ്പം ഏറ്റവും ദൗർഭാഗ്യകരമായ അനുഭവം ഞങ്ങൾക്കുണ്ടായത്, അപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വികസനത്തെ സംബന്ധിച്ച് സംസാരിച്ചത് ഞങ്ങളുടെ NDA മാത്രമാണ്, BJP നേതാക്കൾ മാത്രമാണ്, അല്ലെങ്കിൽ NDA നേതാക്കൾ മാത്രമാണ്. ബാക്കി എല്ലാവരും മറ്റു പല കാര്യങ്ങളുമാണ് സംസാരിച്ചത്. അപ്പോൾ വികസനം സംസാരിക്കണം, വികസനത്തെക്കുറിച്ച് സംസാരിക്കണം. അതുതന്നെയാണ് രാഷ്ട്രീയവും. അപ്പോൾ വികസനവും രാഷ്ട്രീയവും രണ്ടല്ല. രാഷ്ട്രീയം വികസനത്തിന് വേണ്ടിയാണ്, വികസനത്തിന് രാഷ്ട്രീയ ആശയങ്ങൾ പശ്ചാത്തലമൊരുക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. അത് പാർട്ടിയുടെ ഒറ്റക്കെട്ടായ ഒരു നിലപാടാണ്. അതിൽ വ്യത്യസ്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒന്നുമില്ല. ഒരല്പം കൂടെ ഞാൻ വ്യക്തിപരമായിട്ട് ഒന്ന് എടുക്കുകയാണ്. വിവാഹ നിശ്ചയത്തിന് തൊട്ടു മുമ്പ് നടന്ന ആക്രമണമാണ്. അതേ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. കുടുംബമാണ് എല്ലാ കാലത്തും ശക്തി, അല്ലേ?
അതെ, ഞാനത് പറയാറുള്ളത്, ഇപ്പം നമുക്ക് വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തണലേകുന്നത് എൻ്റെ കുടുംബം, എൻ്റെ സഹധർമ്മിണി, എൻ്റെ മകള്, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ. 4 ചുവരുകൾക്ക് പുറത്ത് സമൂഹത്തിൽ എനിക്ക് തണലേകുന്നത് എൻ്റെ ആശയവും എൻ്റെ പ്രസ്ഥാനവുമാണ്. ഇതാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും ചുരുക്കിയ വാക്കുകളിൽ പറയാനുള്ളത്. ഒരു വലിയ വിൽ പവറിൻ്റെ കൂടി ഒരു സാക്ഷ്യമായിട്ട് താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുകയാണ്. ഈ ചികിത്സാ കാലഘട്ടങ്ങളിൽ പോലും ഒരിക്കലും ഇനി രാഷ്ട്രീയത്തിലേക്ക് വരണ്ട എന്ന തോന്നൽ ഒരു മിനിറ്റ് പോലും ഉണ്ടായതേയില്ല. അങ്ങനെയാണോ? ഇല്ല, അങ്ങനെ തോന്നില്ലല്ലോ. കാരണം നമ്മളിപ്പോൾ ഒരു ആശയത്തെ സ്വീകരിക്കുമ്പോൾ പല തരത്തിലാളുകളുണ്ട്. ഒരാശയത്തെ സ്വീകരിച്ചു, അതെൻ്റെ മനസ്സിലിട്ട് അങ്ങനെ സൂക്ഷിച്ചു, ഞാൻ എൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടു. പക്ഷേ ഞങ്ങളെപ്പോലുള്ള സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ എന്ത് ചിന്തിക്കും? ഈ സ്വീകരിച്ച ആശയത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി തന്നാലാവുന്നത് ചെയ്യണം എന്നത്. അപ്പോൾ ചില ആളുകൾ ജീവിതം മുഴുവൻ അതിന് സമർപ്പിക്കും. ഇനി എനിക്ക് എൻ്റെ വ്യക്തി ജീവിതമില്ല, എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഞാൻ സമൂഹത്തിന് സമർപ്പിക്കുന്നു, സംഘടനയ്ക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന ധാരാളം പേര് സന്യാസതുല്യം ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ മറ്റു ചിലരാകട്ടെ, എൻ്റെ വ്യക്തിപരമായപ്പോൾ ഞാനൊരു അധ്യാപകനായി എൻ്റെ ജോലി കൃത്യനിർവഹണം, ജീവിത നിവൃത്തിക്ക് വേണ്ടിയുള്ള ആ ജോലി ചെയ്യുന്നതിനോടൊപ്പം ബാക്കി സമയങ്ങൾ എൻ്റെ സമാജത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നമുക്ക് സാധ്യമാകുന്ന സാഹചര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനിടയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ, ശാരീരികമായോ മാനസികമായോ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് എന്നാൽ പിന്നെ ശരി, ഇതങ്ങ് നിർത്താം എന്ന് ചിന്തിക്കുന്നത് അല്ല ശരിയായൊരു തരം. ഇത് ഏത് തരത്തിലായാലും നമ്മൾ ഏറ്റെടുത്ത ആശയത്തിൻ്റെ, സ്വീകരിച്ച ആശയത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഉതകുന്ന എല്ലാ കാര്യങ്ങളും, അതേത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ഇനി വേണ്ട എന്നൊരു ചിന്തയെ മനസ്സിനെ സ്വാധീനിക്കില്ല, അതാരെയും സ്വാധീനിക്കില്ല. അങ്ങനെ അനേകം ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷ പാർട്ടിക്കുണ്ട്. യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന LDFും UDFും ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന എത്രത്തോളം പ്രതീക്ഷകളാണ് പാർട്ടിക്കുള്ളത്? അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങൾക്ക് നേടാനുള്ള ലക്ഷ്യം കേരള അസംബ്ലിയിൽ നിർണായക ശക്തിയായി മാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതൊരു തലം. മറ്റൊരു തലത്തിൽ അതിന് വേണ്ടതെന്ത്? സംഘടനയുടെ സജ്ജീകരണം. അത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പാർട്ടിയുടെ ആരംഭകാലം മുതൽ തന്നെ അത് നടന്നു വരുന്നുണ്ട്. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളുടെ സംഘാടനം, നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യകർത്താക്കൾ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ അവരെ വിന്യസിക്കുക, എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ, അത് ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ ഭേദമന്യേ, പ്രായഭേദമന്യേ എല്ലാവരിലേക്കും എത്തിച്ചേരാൻ കഴിയുന്ന പ്രവർത്തന പദ്ധതികൾ, ഇതൊക്കെ പാർട്ടി വിജയപ്രദമായി നടപ്പിലാക്കി വരുന്നുണ്ട്. അതിന് ഗതിവേഗം വർദ്ധിക്കുന്നുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ മുന്നിൽ വയ്ക്കുന്ന വലിയ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതനുസരിച്ച് കേരളത്തിൽ അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന പാർട്ടി ഞങ്ങളുടേതായിരിക്കും. ന്യൂനപക്ഷത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളിലേക്ക് പാർട്ടി കടക്കുകയില്ല എന്നൊരു ഉറപ്പുകൂടി സംസ്ഥാനത്ത് പാർട്ടി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലേ? ന്യൂനപക്ഷങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്ക ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങളല്ല ഉത്തരവാദികൾ. ഞങ്ങളെക്കുറിച്ച് ന്യൂനപക്ഷങ്ങളിൽ ഭയപ്പാടുണ്ടാക്കാനുള്ള സംഘടിതമായ പരിശ്രമം നടന്നതുകൊണ്ടാണ് ഇവർ ന്യൂനപക്ഷ വിരുദ്ധരാണ്, ഇവർ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഉൾക്കൊള്ളുന്നവരാണ് എന്നൊക്കെ ഞങ്ങളെക്കുറിച്ച് മറ്റുള്ളവരാണ് പറഞ്ഞത്. ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ സന്നദ്ധരായിട്ടുള്ള ആശയത്തിൻ്റെ വക്താക്കളാണ്. സർവധർമ്മ സമഭാവനയാണ് ഞങ്ങളെ നയിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ചില വാചാടോപങ്ങൾ, മതേതരത്വം എന്നൊക്കെയുള്ള തരത്തിൽ, ഞാനതിനെ അങ്ങനെ തന്നെയാണ് പറയുക. അങ്ങനെയല്ല ഏതെങ്കിലും തരത്തിൽ ആളുകളെ പ്രീണിപ്പിക്കുക, അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സംഘടിത ശക്തിക്ക് മുമ്പിൽ ദേശീയ താല്പര്യങ്ങൾ ബലികഴിക്കുക, ഇതിന് ഞങ്ങൾ സന്നദ്ധരല്ല. എന്നാൽ എല്ലാവരുടെയും താല്പര്യങ്ങളെ ആവാഹിച്ചെടുത്തുകൊണ്ട് അവർക്കൊക്കെ സംതൃപ്തമായ ജീവിതം നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ സർവധർമ്മ സമഭാവന, ഞാനത് തന്നെ വീണ്ടും പറയുകയാണ്, അത് മുന്നോട്ട് വയ്ക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരു തരത്തിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഞങ്ങളെ ഭയപ്പെടേണ്ടതില്ല, ഞങ്ങളെക്കുറിച്ച് ആശങ്ക വേണ്ടതില്ല. എല്ലാവർക്കും ഇപ്പം നമുക്കറിയാമല്ലോ, മോദിജിയുടെ മുദ്രാവാക്യം തന്നെ, ദേശീയ സർക്കാരിൻ്റെ മുദ്രാവാക്യം തന്നെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളത്.
എന്നുള്ളതാണ്. എല്ലാവരോടുമൊപ്പം എല്ലാവരുടെയും വികസനം, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അക്കാര്യത്തിൽ ന്യൂനപക്ഷങ്ങൾ വേർതിരിച്ച് നിർത്തേണ്ട ഒരു സമൂഹമേ അല്ല, എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെയുള്ളത് കേവലം സാങ്കേതികമായ പ്രയോഗങ്ങൾ മാത്രമാണ്. നമ്മളൊക്കെ മനുഷ്യർ എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാനവൻ എന്നാണ് ഭാരതം നമ്മളെ ഉദ്ഘോഷിക്കുന്നത്. എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ എന്നാണ്. അപ്പോൾ ആ നിലയ്ക്ക് വരുമ്പോൾ ഈ വേർതിരിവിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അങ്ങനെ ഒരു ആശങ്ക ആരിലും ഉണ്ടാകേണ്ടതുമില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. കേരളത്തിൽ നിന്ന് BJP തെരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാവരും വലിയ ചുമതലകളിലേക്ക് എത്തിയ സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിലും വലിയൊരു ചുമതലകളിലേക്ക് താങ്കൾ എത്തിപ്പെടും എന്ന് വിലയിരുത്തപ്പെടുന്നവരുമുണ്ട്. ഇത് തന്നെ വലിയ ചുമതലയാണല്ലോ. രാജ്യസഭ MP എന്നുള്ളത് വലിയൊരു ചുമതലയാണ്. മോദിജി ആവശ്യപ്പെട്ടതുപോലെ ഒരു ദൗത്യ നിർവഹണം എന്ന നിലയ്ക്കാണ് കാണുന്നത്. ഇതൊരു വലിയ ചുമതലയാണ്. അതിനപ്പുറത്തേക്ക് എന്താ പറയുക. വളരെ നന്ദി QAT-നൊപ്പം ചേർന്നതിന്. നമസ്കാരം. താങ്ക് യു. നിങ്ങൾക്കും എല്ലാ ആശംസകളും News 18-നും ഞാൻ നേരുകയാണ്.